പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഒരു ലൈവ് ചെയ്യുന്നു. നേരത്തെ അത് അറിയിച്ചിരുന്നു. TPM അല്ലെങ്കിൽ CPM സഭ അവരുടെ ദുരുപദേശങ്ങൾ എന്നൊരു വിഷയത്തെക്കുറിച്ച് നേരത്തെ പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിനോട് ചേർന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവർ പഠിപ്പിക്കുന്ന ചില വചനവിരുദ്ധമായ കാര്യങ്ങൾ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം. സ്വർഗീയ പിതാവാം ദൈവമേ, നസ്രായനായ യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവസഭ, പുതിയ നിയമസഭ, ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു കർത്താവ്, ഒരു സഭ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ വ്യത്യസ്തമായ ഒന്നൊന്നിനോട് ചേർന്ന് പോകാത്ത തരത്തിൽ കർത്താവ് നൂറുകണക്കിന് സഭകളായിരിക്കുമ്പോൾ ഏതാണ് ശരിയെന്നറിയാൻ കഴിയാതെ ഇരിക്കുന്ന ഈ ഒരു സമയം, അന്ത്യകാലം, കർത്താവായ യേശുവേ ശരിയായ കാര്യങ്ങൾ സംസാരിക്കാനോട് സഹായിക്കണമേ. അങ്ങ് വചനം പറയുന്നത്, നിങ്ങൾ സംസാരിക്കാൻ എഴുന്നേൽക്കുന്ന നാളിൽ ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവായ യേശുവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. TPM അല്ലെങ്കിൽ CPM, ദ പെന്തക്കോസ്ത്, സിലോൺ പെന്തക്കോസ്ത് എന്ന സഭ അവരെ പഠിപ്പിക്കുന്ന ചില ദുരുപദേശങ്ങൾ. എനിക്കൊരു പ്രസംഗം കിട്ടി. അതിൽ നിന്ന് പരിശോധിച്ചാൽ അവർ സംസാരിക്കുന്നത് പലതും വചനവിരുദ്ധമായ കാര്യമാണ്. അതിനെക്കുറിച്ച് ശരിയായ കാര്യം വചനം സംസാരിച്ചുകൊണ്ട് കാണിക്കുകയാണ്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അവരുടെ വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് അവർ ആദ്യമായിട്ട് പറയുന്നത്, പഴയ നിയമത്തിലെ സിയോൻ, പുതിയ നിയമത്തിലെ യെരുശലേം, പഴയ നിയമത്തിലെ തന്നെ സിയോനും യെരുശലേമിനെയും താരതമ്യം ചെയ്തുകൊണ്ട് പുതിയ നിയമത്തിൽ സിയോൻ എന്താണ്, യെരുശലേം എന്താണെന്ന് പറഞ്ഞു തുടങ്ങുന്നു. അതെല്ലാം വളരെ കറക്റ്റാണ്. സഭയുടെ അടിസ്ഥാനം പറയുന്നിടം മുതൽ ട്വിസ്റ്റ് വരെയാണ്. ഇവരുടെ തന്ത്രം എന്ന് പറയാൻ പറ്റില്ല, അവർക്കറിയില്ല, അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് ബോധവൽക്കരണം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിശാച് മനഃപൂർവ്വം ട്വിസ്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ചില ഭാഗങ്ങൾ. ഇവർ 7 അടിസ്ഥാനങ്ങൾ പറയുന്നുണ്ട്. യെരുശലേമിൽ നിൽക്കുന്ന 144,000 പേർ ഇവരാണെന്നും അവരുടെ യോഗ്യതകൾ വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ നിന്ന് ഓരോന്നോരോന്നായി എടുത്ത് സംസാരിച്ചുകൊണ്ട് അവർ കാണിക്കുന്നുണ്ട്. വളരെ തന്ത്രപൂർവ്വം ട്വിസ്റ്റ് ചെയ്ത് ജാതികളുടെ വചനത്തെ ഇവരുടേതാക്കി, അതായത് 144,000 പേരുടേതാക്കി കൊണ്ട് സംസാരിക്കുന്ന ചില ഭാഗങ്ങളാണ്. നമുക്ക് ആദ്യം മുതലൊന്ന് കേൾക്കാം. അവരുടെ ഒരു വീഡിയോ ഉണ്ട്. വീഡിയോ മീൻസ് അവരുടെ സുൽത്താൻ ബത്തേരി കൺവെൻഷനാണ്. അതിൻ്റെ 3-ാമത്തെ ദിവസം അവരുടെ വിഷയം ഇതായിരുന്നു, ഇതാ നിന്റെ ദൈവം വന്നോ നിങ്ങളെ രക്ഷിക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അവർ സംസാരിച്ചതാണ്. സംസാരിച്ചിരിക്കുന്ന പാസ്റ്റർ എൽഡർ റോയ് എം എന്നാണ്, അദ്ദേഹമാണ് സംസാരിച്ചിരിക്കുന്നത്. അവരുടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം, ഇട്ടുകൊണ്ട് തന്നെ. താങ്ക് യു. ഇതാണ് സുൽത്താൻ ബത്തേരി കൺവെൻഷൻ്റെ വീഡിയോ അവരുടെ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് വീണ്ടെടുക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സിയോൻ എന്ന് പറയുമ്പോൾ അഹരോന്യ വംശത്തിൽപ്പെട്ട പൗരോഹിത്യ കുലത്തെയും, യെരുശലേം എന്ന് പറയുമ്പോൾ പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കളെയും ആകുന്നുവെങ്കിൽ, പുതിയ നിയമസഭയിൽ സിയോൻ എന്ന് പറയുമ്പോൾ കർത്താവിന്റെ പുതിയ നിയമസഭയുടെ ശുശ്രൂഷകരെയും, യെരുശലേം എന്ന് പറയുമ്പോൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവത്തിന്റെ ജനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇവരോട് പറയുന്നത് ശ്രദ്ധിച്ചല്ലോ. പഴയ നിയമത്തിൽ ഉള്ള വചനമാണ് സിയോൻ, യെരുശലേം, 2 കാര്യങ്ങളാണ് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ 35-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്, 4-ാമത്തെ വാക്യം. തുടർന്ന് 40-ാമത്തെ യെശയ്യാ പ്രവാചകൻ 40-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം മുതലും അവർ സംസാരിക്കുന്നുണ്ട്. ഇവിടെ അതൊക്കെ വിട്ടിട്ട് ഞാൻ ഈ പഴയ നിയമത്തിലെ സഭ എന്ന് പറയുന്നത്, സിയോൻ എന്ന് പറയുന്നത് യഹോവയുടെ ആലയം അല്ലെങ്കിൽ ഇരിക്കുന്ന പർവ്വതം. ആ പർവ്വതത്തെയാണ് സിയോൻ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ. ശരി തന്നെയാണ്. യെരുശലേം എന്ന് പറയുന്നത് കുഞ്ഞാടിൻ്റെ രക്തം, അതായത് അഹരോന്യ കുലത്തിൻ കീഴിൽ
ഉള്ള ശുശ്രൂഷകന്മാരാണ്. ലേവ്യ പൗരോഹിത്യം കൊടുത്തു. അവിടെ പഴയ ആദ്യ സമയത്ത് അഹരോന്യ കുലത്തിൽപ്പെട്ട ശുശ്രൂഷകന്മാരാണ്. ഈ പുരോഹിതന്മാരെയാണ് അവിടെ ഇസ്രായേൽ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ. ഇനി പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്ക് അത് അപ്പോസ്തലൻ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ അത് സിയോൻ, ദൈവത്തിൻ്റെ ആലയം, അതിൻ്റെ അടിസ്ഥാനം. അടുത്ത് യെരുശലേം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ജനം. ഇതും ശരി തന്നെയാണ്. ഇനി ഇവരുടെ ട്വിസ്റ്റ് നോക്കിക്കൊള്ളണം, എവിടെയാണ് എന്ന് നോക്കിക്കൊള്ളണം. അവർ തന്നെ സംസാരിക്കുന്നത് കാണിക്കാം. താങ്ക് യു. ദൈവത്തിന്റെ സഭയിൽ ഒരു സിയോനുണ്ട്, ദൈവത്തിന്റെ സഭയിൽ ഒരു യെരുശലേമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് എഫേസ്യരിലെ ഓക്കെ. പുതിയ നിയമസഭയിലൂടെ അടിസ്ഥാനമുണ്ട്, അപ്പോസ്തലൻ പ്രവാചകന്മാർ അടിസ്ഥാനം. എന്നിട്ട് അവർ പറയുന്നത് സിയോൻ, അതിലെ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ തന്നെ എന്ന് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ വീഡിയോ ഒന്ന് നോക്കുക, അവരെന്താണ് സംസാരിക്കുന്നതെന്ന്. ൂലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യവും വായിക്കാം. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. പുതിയ നിയമസഭ പണിയപ്പെട്ടിരിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാകുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പറയുകയാണ്. ദൈവത്തിന്റെ സഭ, ക്രിസ്തുവിന്റെ സഭ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് യേശു ലോകത്തിൽ വന്ന് തന്റെ ജീവനെ കൊടുത്ത് സമ്പാദിച്ച ദൈവത്തിന്റെ സഭ പണിയപ്പെട്ടിരിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് വിശുദ്ധ പൗലോസ് പറയുകയാണ്. ക്രിസ്തയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കണം. പ്രിയ ദൈവമക്കളെ, കർത്താവ് യേശു ക്രിസ്തു ദൈവസഭയുടെ മൂലക്കല്ല്. ആ മൂലക്കല്ലിനോട് ചേർന്ന് അപ്പോസ്തലന്മാർ പ്രവാചകന്മാരാകുന്ന പുതിയ നിയമസഭയുടെ ശുശ്രൂഷകർ ചേർന്ന അടിസ്ഥാനം. ഇത് രണ്ടും ഇതുവരെയും അവർ പറയുന്നത് കറക്റ്റാണ്. പുതിയ നിയമസഭയുടെ അടിസ്ഥാനം അവർ പറയുന്നത് ഇതുവരെ കറക്റ്റാണ്. അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്റെ മേൽ സഭയെ കെട്ടുന്നു. ഇനി ഇവിടെ ആ ട്വിസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളണം. കൂടെ മൂലക്കല്ലും ഈ കല്ലുകളും കൂടെ ചേർന്നതാണ് ദൈവസഭയുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അവർ സിയോനിൽ ഇടപെട്ടതായ കല്ലുകളാകുന്നു. ആകയാൽ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിന്റെ അടുക്കലേക്കാണെന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മുടെ മൂലക്കല്ലാകുന്ന കർത്താവായ യേശുക്രിസ്തു. കർത്താവ് യേശുക്രിസ്തു ദൈവസഭയുടെ മൂലക്കല്ല്, മനുഷ്യരാൽ തള്ളപ്പെട്ട കല്ല്. അവൻ സ്വന്തമായി ഇതിലേക്ക് വന്നു, സ്വന്തക്കാരോ അവനെ തള്ളിക്കളഞ്ഞു. മനുഷ്യർ തള്ളിക്കളഞ്ഞ ആ കല്ലിനെ പിതാവായ ദൈവം മാനിച്ച് ദൈവത്തിന്റെ സഭയുടെ മൂലക്കല്ലായി സിയോനിൽ ഇട്ടു. ആ മൂലക്കല്ലിനോട് ചേർത്ത് പുതിയ നിയമസഭയുടെ ശുശ്രൂഷകരെ ആ സിയോനിൽ അടിസ്ഥാന കല്ലുകളായി സ്ഥാപിക്കുവാനിടയെ തീർന്നു. അപ്പോൾ ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ഇനി ശ്രദ്ധിച്ചോളണം. ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ സിയോനിലാണ് ഇടപെട്ടിരിക്കുന്നത്. സിയോനിൽ ഇടപെട്ടിരിക്കുന്നത് ക്രിസ്തുവും കർത്താവിന്റെ ശുശ്രൂഷകരും. ഇവർ ഒരുമിച്ച് നിൽക്കുന്ന രംഗം നിങ്ങളൊന്ന് ചിന്തിച്ചേ. ക്രിസ്തുവും കർത്താവിന്റെ ശുശ്രൂഷകരും ഒരുമിച്ച് സിയോനിൽ നിൽക്കുന്നു. നമുക്ക് ആ രംഗം മനോഹരമായി തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ഇവിടെ അവർ പറഞ്ഞത് ശ്രദ്ധിച്ചല്ല. പുതിയ നിയമസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ പ്രവാചകന്മാരായിക്കൊണ്ട് എന്നാണ്. അങ്ങനെയല്ല. ഇവരിലൂടെ പിശാച് പഠിപ്പിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ മറ്റുള്ളവർ വിഷമിക്കരുത്. TPM സഭക്കാർ അപ്പോസ്തലന്മാർ പ്രവാചകന്മാരായിക്കൊണ്ട് അപ്പോൾ എന്തായി? പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരുമാണ് ക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന സഭയുടെ അടിസ്ഥാനം. അതിന് മുകളിലാണ് ദൈവത്തിൻ്റെ സഭയെ പണിയുന്നത്. ഇവരുടെ തന്ത്രം അപ്പോസ്തല പ്രവാചകനെ ഒന്നാക്കി തീർത്തിട്ട് അടുത്ത് പുരോഹിതൻ എന്ന് പറയുന്നത് ഇവരാണ് എന്ന് ആക്കി തീർക്കുകയാണ്. അപ്പോസ്തലൻ പ്രവാചകനായിരിക്കുന്ന എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോസ്തലൻ പ്രവാചകനായിരിക്കുന്ന അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പുതിയ നിയമസഭയുടെ ശുശ്രൂഷകരും ചേർന്നതാണ് ഫൗണ്ടേഷൻ എന്ന്. അങ്ങനെയല്ല. ശരിയായത്, നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഏറ്റവും അടിയിലിടുന്ന ഒരു കല്ലുണ്ട്, അത് മൂലക്കല്ല്, അത് സഭ.
ആ മൂലക്കൽ ക്രിസ്തു, ആ മൂലക്കല്ലിന് സമാന്തരമായി നേർരേഖയാണ് മണ്ണിനടിയിൽ വരുന്ന കരിങ്കല്ല് നമ്മൾ ഇടുന്നത്. അത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരാണ്. അതിന് മുകളിൽ വരുന്നതാണ് ബേസ്മെന്റ്. ആദ്യം ഫൗണ്ടേഷൻ, മൂലക്കല്ല്, ഫൗണ്ടേഷൻ, അതിൻ്റെ മുകളിൽ ബേസ്മെന്റ്. ബേസ്മെന്റ് ആണ് അപ്പോസ്തലന്മാർ. പുതിയ നിയമസഭയിലെ 12 അപ്പോസ്തലന്മാരാണ്. നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഏറ്റവും അടിയിൽ മൂലക്കല്ലിടും, അത് ക്രിസ്തു. എന്നിട്ട് മണ്ണിനടിയിൽ തന്നെ അടുക്കുന്ന കരിങ്കല്ലുണ്ട്, അത് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ. അതിൻ്റെ മുകളിൽ, മണ്ണിന് മുകളിൽ വരുന്ന ഒരു ഹൈറ്റ് ഉണ്ട്, അതാണ് പുതിയ നിയമസഭയുടെ അപ്പോസ്തലന്മാർ. എന്നിട്ട് ഇവർക്ക് പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് വചനം വരുന്നത് ക്രിസ്തുവിൽ നിന്ന്, മൂലക്കല്ലായ ക്രിസ്തുവിൽ നിന്ന്. പുതിയ നിയമസഭയിലെ അപ്പോസ്തലന്മാർക്ക് വചനം വരുന്നത് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച പഴയ നിയമത്തിലെ വചനപ്രകാരമാണ് യേശു വന്നത്. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത്, യേശു വരുന്നതും സുവിശേഷിക്കുന്നതും. അങ്ങനെ വന്നിട്ട് പ്രവാചകന്മാർ വഴിയായി വന്ന ആ പ്രവചന വചനങ്ങളെല്ലാം നിവർത്തീകരിച്ചുകൊണ്ട് യേശു അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് ആ ഫൗണ്ടേഷന്റെ മുകളിൽ ബേസ്മെന്റ് ആയി കെട്ടുകയാണ്. ഇനി ആ ബേസ്മെന്റിന്റെ മുകളിലാണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതിന്റെ മുകളിലായി ഓരോരോ കല്ലുകളായി ചേർത്ത് വയ്ക്കുന്നത്. യെരുശലേം നിർമ്മിച്ചപ്പോൾ ഇങ്ങനെയാണ്. ആ യെരുശലേം നിർമ്മിച്ച ആ ഭാഗത്തൊന്നും പാറക്കല്ലുകളില്ല, വളരെ ദൂരെ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരു കല്ല് അവിടെ ചെത്തി വെടിപ്പാക്കി എടുത്തപ്പോൾ പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഒരു കല്ലും ചെത്തി വെടിപ്പാക്കേണ്ടതില്ല. ഓരോ കോണം, അതിൻ്റെ മൂലക്കല്ല്, അതിൻ്റെ ഹൈറ്റ് അറിയാലോ, ഓരോ ഭാഗവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല പല ആംഗിളുകളിൽ ചെത്തി ഉണ്ടാക്കുമ്പോൾ എല്ലാം നിയന്ത്രിച്ചത് ഒരാത്മാവാണ്, അത് പരിശുദ്ധാത്മാവാണ് ഓരോ വ്യക്തികളെ. അങ്ങനെ ദേശങ്ങളിൽ നിന്ന് ആ കല്ലുകളെ കൊണ്ടുവന്ന് യെരുശലേം ദേവാലയം നിർമ്മിച്ചപ്പോൾ പിന്നെ അതിനെ ഒരടി പോലും അടിച്ച് ഒന്ന് ലെവൽ ചെയ്യേണ്ടി വന്നില്ല. അതാണ് നമ്മളിവിടെ പണിയുന്നത്. അപ്പൊ ക്രിസ്തു മൂലക്കല്ലായിരിക്കുന്ന അതിൽ നിന്ന് ലഭിക്കുന്ന പഴയ നിയമത്തിൽ ഇവരുടെ ട്വിസ്റ്റ് മനസ്സിലാക്കണം. TPM സഹോദരങ്ങളെ, നിങ്ങളത് മനസ്സിലാക്കുക. അപ്പോസ്തലൻ പ്രവാചകനായിരിക്കുന്ന അടിസ്ഥാനത്തിന്റെ മുകളിൽ പുതിയ നിയമസഭയുടെ ശുശ്രൂഷകന്മാരായ അപ്പോസ്തലന്മാരെ എന്നാക്കി തീർത്തു. ആദ്യം പ്രവാചകന്മാരെ അപ്പോസ്തലന്മാരെ ഒന്നിച്ചേർത്തിട്ട് പുതിയ നിയമസഭയിലെ പുരോഹിതർ അത് ഇവരാണെന്ന്, വിവാഹം കഴിക്കാത്തവരാണ്. അവിടെ എല്ലാം ഇവർ തന്ത്രപൂർവ്വം വചനത്തെ വളച്ചൊടിക്കുകയും അത് ഗ്രഹിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് അവർ ഗ്രഹിക്കാതെ സംസാരിക്കുന്ന കാര്യം ഞാൻ അവിടേക്ക് പോവാം. അപ്പോൾ ദൈവസഭയുടെ അടിസ്ഥാനം ക്രിസ്തു, മണ്ണിലടിയിരുന്ന കരിങ്കല്ല് പോലെ അത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരോ ദൈവം ആദ്യം സംസാരിച്ചു. അവരിലൂടെയുള്ള വചനപ്രകാരം യേശുക്രിസ്തു വന്നു. യേശുക്രിസ്തു ശുശ്രൂഷിച്ച ശേഷം പോകുന്നതിന് മുമ്പായിട്ട് യേശു പറഞ്ഞു, യോഹന്നാൻ 16:12 മുതൽ 14 വരെ പറഞ്ഞു. സ്പീഡ് കൂടി പോന്നു. എനിക്കിനിയും അനേകം കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങൾക്കിപ്പോൾ ഗ്രഹിക്കില്ല. ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവിനെ അയക്കും. അവൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴിനടത്തും. ഈ നിങ്ങളെ ആരോട് പറഞ്ഞത്? പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന അപ്പോസ്തലന്മാരോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ഇനി യോഹന്നാൻ 14:26 പറഞ്ഞ് ഞാൻ പോകുന്നു. 14 പറഞ്ഞു, എൻ്റെ നാമത്തിൽ വരുവാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഞാൻ പറഞ്ഞതിനെ ഓർമ്മപ്പെടുത്തി ഉപദേശിക്കും. ആരോട്? അപ്പോസ്തലന്മാരോട്. അപ്പൊ യേശു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടില്ല. അതിന്റെ വിശദീകരണവും ഓർമ്മപ്പെടുത്തലും ഉപദേശിക്കലും പരിശുദ്ധാത്മാവ് വന്നിട്ട് ആ ഉപദേശം പരിശുദ്ധാത്മാവിൻ്റെത് കേൾക്കണം. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കാനായി മാളിക മുറിയിൽ കൂടിയിരിക്കണം, ശക്തി ധരിക്കുവോളം ഇരിക്കണം. ശക്തി ധരിച്ച ശേഷമാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെടേണ്ടതെന്ന് പറഞ്ഞ് അപ്പോസ്തലന്മാർ കൃത്യം അതനുസരിച്ചു. അവണ്ണം മാളികൾ മുറിയിൽ കൂടിയിരുന്നു. പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഓരോരോ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഉപദേശിച്ചപ്പോൾ അത് അല്പം മാറ്റം വന്നു എന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ അങ്ങനെ മാറ്റം വന്നതല്ല, അത് കൃത്യമായും അതിൻ്റെ പരിശുദ്ധാത്മാവിനുള്ള വെളിപ്പാട് തന്നെയായിരുന്നു. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു സഭ, എല്ലാവരും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനും ആര്? പരിശുദ്ധാത്മാവ്. അവൻ തന്നെ ദൈവവും പിതാവും എന്ന് പറയുന്നു. ഇവിടെ സമ്മതിക്കൂ? പരിശുദ്ധാത്മാവാണ് പിതാവായ ദൈവം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളിലൂടെ പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. ബൈബിൾ പറയുന്നത് നിങ്ങൾ ഇരിക്കുന്നവൻ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. 1 കൊരിന്ത്യർ 6:9 അവിടെ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. 1 കൊരിന്ത്യർ 3:16 പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു. പരിശുദ്ധാത്മാവല്ലേ വസിക്കുന്നത്, അതുകൊണ്ടല്ലേ ദൈവത്തിന്റെ മന്ദിരം. അപ്പോൾ പരിശുദ്ധാത്മാവിലെ ദൈവം, ഇവരെ പിന്നെ എങ്ങനെ മൂന്നാക്കും? ഓക്കെ. അപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഴയ നിയമത്തിൽ മൂലക്കല്ല് പ്രവാചകന്മാർ, അപ്പോസ്തലന്മാരുടെ മുകളിൽ കെട്ടപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോസ്തലൻ പ്രവാചകന്മാരായിരിക്കുന്ന എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഒന്നുകൂടെ കേൾക്കാം. പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ഇത് കറക്റ്റ് ആയിട്ട് പറയുകയാണ്. വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യവും വായിക്കാം. ക്രിസ്തു
ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കും. പുതിയ നിയമസഭ പണിയപ്പെട്ടിരിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാകുന്നുവെന്ന് വിശുദ്ധ പൗലോസ് പറയുകയാണ്. ദൈവത്തിന്റെ സഭ, ക്രിസ്തുവിന്റെ സഭ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് അപ്പുറത്ത് യേശു ലോകത്തിൽ വന്ന് തന്റെ ജീവനെ കൊടുത്ത് സമ്പാദിച്ച ദൈവത്തിന്റെ സഭ പണിയപ്പെട്ടിരിക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് വിശുദ്ധ പൗലോസ് പറയുകയാണ്. ക്രിസ്തേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാന. ഇവിടെ കറക്റ്റ് പറയുന്നു, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. ഇനി നോക്കണം, അപ്പോസ്തലന്മാർ പ്രവാചകന്മാരായിരിക്കുന്ന, അപ്പൊ അത് ഒന്നാക്കി. എന്നിട്ട് രണ്ടാമത്തതോ പുതിയ നിയമസഭയിലെ ഈ ശുശ്രൂ എവരാണ് എന്ന് പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. ത്തിന്മേൽ പണിതിരിക്കണം. പ്രിയ മക്കളെ, കർത്താവ് യേശു ക്രിസ്തു ദൈവസഭയുടെ മൂലക്കല്ല്. ആ മൂലക്കല്ലിനോട് ചേർന്ന് അപ്പോസ്തലന്മാർ പ്രവാചകന്മാരാകുന്ന പുതിയ നിയമ കണ്ടോ, അപ്പോസ്തലന്മാർ പ്രവാചകന്മാരാകുന്ന, കേട്ടല്ലോ ആ തന്ത്രം. ഇത് TPM സഭക്കാരെ, CPM സഭക്കാരെ നിങ്ങൾ തിരിച്ചറിയുക, ഈ തെറ്റായ ഉപദേശം തിരിച്ചറിയുക. വെളിപ്പാട് പുസ്തകം 18:4 പറയുന്നു, അവളെ വിട്ട് പോരുവിൻ. ഇങ്ങനെ തെറ്റായി പഠിപ്പിക്കുന്ന സഭകളെ വിട്ട് പുറത്തു വരുവിൻ. ഒന്നിൽ നിങ്ങളുടെ സഭ മുഴുവൻ തിരിയണം, ഇല്ലെങ്കിൽ നിങ്ങൾ അത് വിട്ടുപേക്ഷിക്കണം. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പ്രവാചകന്മാരാകുന്ന പുതിയ നിയമസഭയുടെ ശുശ്രൂഷകർ ചേർന്ന അടിസ്ഥാനാകുന്ന പുതിയ നിയമസഭയുടെ ശുശ്രൂഷകർ, അപ്പോസ്തലന്മാർ പ്രവാചകന്മാരാകുന്ന പുതിയ നിയമസഭയുടെ ശുശ്രൂഷകർ ചേർന്ന അടിസ്ഥാനം. ഇത് രണ്ടും അപ്പോസ്തലന്മാർ പ്രവാചകന്മാരാകുന്ന പുതിയ നിയമസഭയുടെ ശുശ്രൂഷകന്മാർ ചേർന്ന, അപ്പൊ അതിനോടൊപ്പം ചേർന്ന അടിസ്ഥാനമൊന്നും തെറ്റായ പഠിപ്പിക്കലാണ്. അടുത്തത്, അവർ സിയോനിൽ ഇടപെട്ടതായ കല്ലുകളാകുന്നു. ആകയാൽ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് സിയോൻ പർവ്വതത്തിന്റെ അടുക്കലേക്കാണെന്ന് പറയുമ്പോൾ, ഒന്ന് നമ്മുടെ മൂലക്കല്ലാകുന്ന കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് യേശു ക്രിസ്തു ദൈവസഭയുടെ മൂലക്കല്ല്, മനുഷ്യരാൽ തള്ളപ്പെട്ട കല്ല്. അവൻ സ്വന്തമായി ഇതിലേക്ക് വന്നു. സ്വന്തക്കാരോ അന്ന് മൂലക്കല്ലും അടിസ്ഥാന കല്ലുകളാകുന്ന അവന്റെ ശുശ്രൂഷകരും ഒരുമിച്ച് സിയോനിൽ നിൽക്കുന്നൊരു കാഴ്ച യോഹന്നാൻ കാണുകയാണ്. ഇനി ആണ് ആ 14-ാമത്തെ അധ്യായം വെളിപ്പാട് പുസ്തകം. യോഗ്യതകളുള്ള 1,44,000 പേർ കുഞ്ഞാടിനോടുകൂടെ സിയോനിൽ നിൽക്കുന്ന കാഴ്ചയാകുന്നു യോഹന്നാൻ കാണുന്നത്. നമുക്ക് ചിന്തിച്ചു നോക്കാം, ഈ 7 യോഗ്യതകളുള്ളവര് ആരാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന യോഗ്യത, അവന്റെ നാമം അവരുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതപ്പെട്ട 1,44,000 പേർ. ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതപ്പെട്ട ഇത് വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ ഈ സിയോൻ മലയിൽ നിൽക്കുന്ന 1,44,000 പേർ ഇവർ ആണ് എന്ന് പഠിപ്പിച്ചു വരികയാണ്. എത്ര വലിയ തന്ത്രമാണെന്ന് നോക്കിക്കൊള്ളണം. ഇപ്പൊ തന്നെ പറഞ്ഞ ഒരു തെറ്റ് മനസ്സിലായില്ല. അപ്പോസ്തലന്മാർ പ്രവാചകന്മാരായിരിക്കുന്ന ബേസ്മെന്റ് അല്ലെങ്കിൽ അടിസ്ഥാനത്തിന്റെ മുകളിൽ പുതിയ നിയമസഭയുടെ ശുശ്രൂഷകന്മാർ എന്ന് ചേർത്തു. അങ്ങനെയല്ല, അതവിടെ തെറ്റ്. അവിടെ മുതലാണ് ഇവരുടെ തെറ്റ് പഠിപ്പിക്കൽ. നിങ്ങളത് തിരിച്ചറിയുക. എന്നിട്ട് അപ്പൊ അപ്പോസ്തലനും പ്രവാചകനും ഫൗണ്ടേഷൻ, ബേസ്മെന്റ് ആര്? എവരായി. എന്നിട്ട് കണക്ട് ചെയ്യുന്ന 144,000 പേരാണെന്ന്. ഇവരെങ്ങനെ 144,000 പേരാവും? യഹൂദ ഗോത്രത്തിൽ നിന്ന് 12,000 ഓരോ ഗോത്രത്തിൽ നിന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഓക്കെ, ഇനി ആ 14-ാമത്തെ അധ്യായം അവർ വിശദീകരിക്കാൻ പോകുന്നതാണ്. അതിന് ഓരോന്ന് വിശദീകരിക്കുന്നത് മുഴുവൻ തെറ്റാണ്, വ്യാഖ്യാനം തെറ്റാണ്, ഇണവചനമില്ല. ഇണവചനം എടുത്ത് കാണിച്ചു തരാം. താങ്ക് യു. ആരെയെങ്കിലും കുറിച്ച് തിരുവിടത്തിൽ വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പഠിച്ചു നോക്കണം. പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതിയിരിക്കുന്ന ഒരു കൂട്ടരെ കുറിച്ച് നമുക്കവിടെ കണ്ടെത്തുവാൻ സാധിക്കുന്നു. വെളിപ്പാട് 22-ന്റെ 3-4 വാക്യങ്ങൾ വായിച്ചു ശ്രദ്ധിക്കുക. ഇതെല്ലാം യഹൂദന്മാരുടെ കാര്യമാണ്. ഈ എബ്രായ ലേഖ വെളിപ്പാട് പുസ്തകം വെളിപ്പാട് 7-ാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്ന 12,000 വെച്ചെടുക്കുന്ന 144,000 വരെ കുറിച്ച് പറയുന്ന വാക്യം എടുത്തിട്ട് അത് ഇവരുടേതാക്കി തീർക്കുന്ന ഒരു തന്ത്രമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അവിടെ ഇരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവിടെ ആ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ
അവിടെ കാണുന്നത് ആരെയാണ് കാണുന്നത്? അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും എന്ന് വെച്ച്. ഓക്കെ, അത് എന്ന് വെച്ചാൽ അതാരാണെന്ന് അവർ പറയാൻ നോക്കാം. തമിഴിൽ ഊഴിയക്കാർ എന്നാ പറഞ്ഞിരിക്കുന്നത്. മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്, സെർവൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ അവന്റെ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ശുശ്രൂഷകർ, സെർവൻസ് ഓഫ് ഗോഡ്, അവന്റെ ഊഴിയക്കാർ, കർത്താവിന്റെ ശുശ്രൂഷകർ അവനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കും. അടുത്തത് കേട്ടല്ലോ, എവിടെ ദുരുപദേശമാണ്. ഇനി ഈ ദാസന്മാർ, വചനം കറക്റ്റാണ്, അത് ഇവരുടേതാക്കുന്നത് തന്ത്രം നോക്കുക. വെളിപ്പാട് പുസ്തകം 22:3 യാതൊരു ശാപവും ഇനി ഉണ്ടാവുകയില്ല, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ, അതായത് യെരുശലേമിൽ ഇരിക്കും, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ഈ ദാസന്മാർ ആരാണ്? ഇവർ പറയുന്നത് 144,000 പേർ എടുത്ത വാക്യം വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ അത് ഇവരാണെന്ന് ആക്കി തീർക്കുന്നു. എന്നാൽ ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 22:3 പറഞ്ഞു ദാസന്മാർ അവനെ ആരാധിക്കുന്നു. ഈ ദാസന്മാർ ആരാണെന്ന് അറിയാനായിട്ട് വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം അവിടെ 3-ാമത്തെ വാക്യം മുതൽ പറയാണ്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണം ഞാൻ കേട്ടു. അവർ 144,000 പേര് ജാതിയിൽപ്പെട്ട ഇവരെങ്ങനെയാവും? യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകം 7-ാമത്തെ 4 മുദ്രയേറ്റവരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്നും മുദ്രയേറ്റവർ 144,000 പേർ. ബൈബിളിൽ ഈ 144,000 പേരെ വിളിച്ച് വേർതിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ യഹൂദന്മാരെ അല്ലാതെ വേറെ ഒരിടത്തുമില്ല. ഭൂമി മുഴുവനുമുള്ള TPM CPM സഹോദരന്മാരെ, നിങ്ങളെ ഇവർ വഞ്ചിക്കുകയാണ്. നിങ്ങളെ തെറ്റ് തിരിച്ചറിയുക. ഇവിടെ ഈ 7 അടിസ്ഥാനം പറയുന്നുണ്ട്. 7 അടിസ്ഥാനത്തിൽ പറയുന്ന വ്യാഖ്യാനം മുഴുവനും തെറ്റാണ്. ഞാൻ ഇണവചനത്തോടു കൂടി അത് മറ്റുള്ളവർക്കുള്ളതാണെന്ന് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക. ഇനി ആ 144,000 പേർ മുദ്രയേറ്റവർ 12,000, രൂബേൽ ഗോത്രത്തിൽ നിന്ന് 12,000, ഇങ്ങനെ പറഞ്ഞ് 12 ഗോത്രങ്ങളിൽ നിന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദാസന്മാർ ഇവിടെ വ്യക്തമായി പറയുന്നു. വെളിപ്പാട് 7:3 മുതൽ നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടും. ദാസന്മാർ അവനെ ആരാധിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22:3 പറയുന്നത് ആരാണ്? ഈ 144,000 പേരെ കൊണ്ട്. അവിടെയാണ് പറയുന്നത് അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ഈ ആരാധിക്കുന്നത് ആരാണെന്നൊന്ന് മനസ്സിലാക്കണം. മണവാട്ടി ആരാധിക്കില്ല, ഇത് ദാസന്മാരാണ്. കർത്താവ് ഒന്ന് തൻ്റെ ജനത്തെ, ജാതിയിൽപ്പെട്ട തൻ്റെ ജനത്തെ ചേർത്ത് കൊണ്ട് പോയതിന് ശേഷം പിന്നീടാണ് മഹോദ്രകാല സമയത്താണ് കർത്താവ് ഈ 144,000 പേരെ തെരഞ്ഞെടുക്കുന്നത്. അത് എങ്ങനെയാണ്, എവിടെ നിന്നാണെന്നുള്ള ഓരോ വാക്യവും ബൈബിളിൽ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഈ വെളിപ്പാട് 14 പറയുന്നതിൻ്റെ വ്യാഖ്യാനത്തിന് ഉൽപ്പത്തി മുതലേ വാക്യമുണ്ട്. ഇവരതൊന്നും എടുക്കില്ല. അതാരാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ദാസന്മാർ അവനെ ആരാധിക്കും എന്ന് പറഞ്ഞാൽ കർത്താവും അവിടെ പോയി അവനുമായി ചേരുന്നവൻ അവരുമായി ചേർന്ന് ഏകാത്മാവാകുന്നു. അപ്പോൾ ആദ്യ സഭയിൽ എടുക്കപ്പെട്ടു പോകുന്നവർ അവരുമായി ചേർന്ന് ഏകാത്മാവായി കഴിഞ്ഞു. അവരുടെ അല്ലാതെ ഉള്ളവരാണ് ആരാധിക്കുന്നത്. അവൻ്റെ ദാസന്മാരാണ്. ഭാര്യ അവിടെ ചെന്ന് മണവാട്ടിയായി പിന്നെ ദാസനല്ല, ഇത് ദാസന്മാരാണ്. ഇവിടെ പറയുന്നത് വെളിപ്പാട് 7:3 പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം. അപ്പോൾ മനസ്സിലായല്ലോ, വെളിപ്പാട് 22:3 പറഞ്ഞത് ദാസന്മാർ അവനെ ആരാധിക്കും. ഇനി അടുത്തത് 22:4 അവരിപ്പോൾ പറയും, അവർ അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഈ ദാസന്മാരുടെ നെറ്റിയിൽ അവൻ്റെ നാമം ഇരിക്കും. ഇനി അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലായല്ല, 144,000 പേർ ഒരിക്കലും ഈ TPMകാരല്ല. യഹൂദ ഗോത്രത്തിലെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ പറയുന്നു, നിന്റെ ദാസന്മാർ നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുവോളം ആ ദാസന്മാരാണ് അവിടെ ആരാധിക്കുന്നത്. ഇനി 22:4 ശ്രദ്ധിക്കുക. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. നോക്കുക, അപ്പോൾ വെളിപ്പാട് 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതിയിരിക്കുന്ന 1,44,000 പേരെ
തിരുവെഴുത്തിൽ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തില് ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന അവന്റെ ദാസന്മാരുടെ നെറ്റിയിൽ അവന്റെ നാമം ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആകയാൽ ഒന്നാമത് നമുക്ക് മനസ്സിലാക്കാം, നോക്കൂ, അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 7 പറഞ്ഞത്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിടും. ഈ മുദ്രയിടുന്ന വെച്ചാൽ പരിശുദ്ധാത്മാവിൽ മുദ്രയിടാണ്. ഇത് വേറൊരു വാക്കാണ്, ഞാൻ കാണിച്ചു തരാം. ഹൃദയത്തിലാണ് മുദ്രയിടുന്നത്. മുദ്രയിടുന്നവരുടെ പേര് നെറ്റിമേലുണ്ട്. നെറ്റിയിലല്ല പേരെഴുതുന്നത്, ഹൃദയത്തിലാണ് എഴുതുന്നത്. ഹൃദയത്തിലാണ് ന്യായപ്രമാണം, ഹൃദയത്തിലാണ് എഴുതിയത്. പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിന്റെ നാമം ഞാൻ ഇവിടെ എടുക്കാം. അപ്പോൾ ഇവിടെ വ്യക്തമായി നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടും. അങ്ങനെയാണ് അവരോട് പറയുന്നത്, നെറ്റിയിൽ നാമം എഴുതിയിട്ടുള്ളവർ അവനെ ആരാധിക്കും. അത് ഇവരുടേതാക്കി തീർക്കുകയാണ്. നോക്കുക, ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതിയിരിക്കുന്ന ഈ 1,44,000 പേർ ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷകരാണ്, അവന്റെ ദാസന്മാരാണ്. എന്തുകൊണ്ടാണ് ഇവിടെ നെറ്റിയിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, നെറ്റിയിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അക്ഷരികമായ നെറ്റിയെ അല്ല ഉദ്ദേശിക്കുന്നത്. വെളിപ്പാടിലെ പ്രവചന ഭാഷയിൽ നെറ്റി എന്ന് പറയുമ്പോൾ അത് മനസ്സിനെയാണ് വെളിപ്പെടുത്തി കാണിക്കുന്നത്. ഇവിടെയും തെറ്റാണ്. മനസ്സിനെയാണെന്ന്, മനസ്സല്ല ഹൃദയത്തെയാണ്. ഇത്രയും വലിയ പാണ്ഡിത്യമുള്ള TPM സഭയെ നിങ്ങൾക്ക് എന്താ ദൈവിക വെളിപ്പാടില്ലാത്തത്? നെറ്റിയിൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സല്ല. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ വായിക്കുന്നുണ്ട്, ഞാനിപ്പോൾ എടുക്കാം. അവിടെ ഹൃദയത്തിൽ എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഹൃദയത്തിലാണ് മുദ്ര ചാർത്തുന്നത്. അത് ആ വാക്യം എഫേസ്യർ ലേഖനം 4:30 നെറ്റിയിൽ മുദ്ര ചാർത്തുന്നു എന്ന് പറയുന്നു. പക്ഷേ നെറ്റിയിൽ മുദ്ര ചാർത്തുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 7 പറയുന്നു. എന്നിട്ട് വെളിപ്പാട് പുസ്തകം 14 പറയുന്നു അവരുടെ നാമം, ദൈവത്തിന്റെ നാമം നെറ്റിയിൽ എഴുതിയിരിക്കുന്നു. എന്താണ് മുദ്ര? എഫേസ്യർ 4:30 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നെറ്റിമേൽ മുദ്ര എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊടുക്കുന്നതാണ്. ഈ യഹൂദന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കിടക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് ലഭിക്കാത്ത ഒരു വ്യക്തികളെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ഇതാണ് ഈ കർത്താവ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച ശേഷം എഫേസ്യർ ലേഖനം 4-ാമത്തെ അധ്യായം നോക്കിയാൽ അവിടെ അറിയാം, പഴയ നിയമ വിശുദ്ധന്മാർ അവരുടെ പാപം ഒരിക്കലായി എന്നേക്കുമായി മോചിക്കപ്പെടാത്തത് കൊണ്ട് അവരുടെയും കൂടെ പാപപരിഹാര മാർഗത്തിന് കർത്താവ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി രക്തം ചീന്തി പാപത്തിന്റെ ശമ്പളമായ മരണം വരിച്ച അടുത്ത സെക്കൻഡിൽ വിശുദ്ധന്മാരുടെ കല്ലറകൾ പൊട്ടിപ്പുറപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എഫേസ്യർ 4 വായിക്കുക, അവൻ ബദ്ധന്മാരെ, അതായത് ബദ്ധന്മാർ ജീവിത ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നതിന് വേണ്ടി തങ്ങളെ തന്നെ ബദ്ധപ്പെടുത്തിയവർ, അല്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ചവരെ കുറിച്ചല്ല പറയുന്നത്. ബദ്ധന്മാരെ. ഇനി വേറൊരു കൂട്ടരുണ്ട്, കുണ്ടറയിലിരിക്കുന്നവരെ, അതായത് കാരാഗ്രഹത്തിൽ ഇരുട്ടറയിലിരിക്കുന്നത്. 2 തരത്തിൽ, അതായത് ജീവിത വിശുദ്ധിയോടുകൂടി ഒന്നാമതായി എടുക്കപ്പെടേണ്ടവർ. അത് നമ്മൾ പുതിയ നിയമസഭയിൽ വരുമ്പം ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറയും. അപ്പോൾ ഇവിടെ ബദ്ധന്മാരെ വിടുവിക്കാൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്ത് ദൈവത്തിന്റെ വചനം പ്രകാരം ജീവിക്കുന്നതിന് തങ്ങളെ തന്നെ ബന്ധപ്പെടുത്തിയ അവരെയാണ് പർദീസയിൽ വെച്ചിരുന്നത്. അത് എഫേസ്യർ എന്ന് പറയുന്ന ബദ്ധന്മാരെ വിടുവിച്ച് മുകളിലേക്ക് കയറി അവർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു. ദാനം, ഈ ദാനം ഏതെന്ന് ലൂക്കോസ് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. എൻ്റെ വാഗ്ദത്തം, ഈ ദാനമാണ് വാഗ്ദത്തം. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലെ അയക്കും. അത് പരിശുദ്ധാത്മാവ്. അപ്പോസ്തലപ്രവൃത്തി 2:38-39 പറയുന്നു, ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഇതാണ് വാഗ്ദത്തം. ഈ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. ഈ കർത്താവ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ, ബദ്ധന്മാർ, തങ്ങളെ തന്നെ ബന്ധപ്പെടുത്തിയവർക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ അവർക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ മരിക്കുന്നവരെയും പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരെയും കൊണ്ടുപോകാണ് കർത്താവ് വരുന്നത്. അങ്ങനെ അവരുടെ കല്ലറകൾ പൊട്ടിപ്പുറപ്പെട്ട എഫേസ്യർ അവർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു, പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അവരിപ്പോൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഇവിടെ അതുപോലെ നെറ്റിയിൽ മുദ്രയിച്ച, നെറ്റിയിലല്ല ഹൃദയത്തിലാണ് മുദ്രയിടുന്നത്. അപ്പോൾ ഈ 144,000 യഹൂദന്മാരെ കർത്താവ് വീണ്ടെടുത്ത് കഴിഞ്ഞ് മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ ലോകവും അതിലുള്ളതൊക്കെയും മാറിയാലും മാറിപ്പോകില്ല. പരിശുദ്ധാത്മാവ് വേണം. പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു, യഹൂദന്മാർക്കും ലഭിക്കുന്നില്ല, ജാതികൾക്ക്. നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 14 മുതൽ വായിച്ചു നോക്കുക. ഈ കാലത്തുള്ളവർ നിങ്ങൾ കണ്ണിൽ എഴുതുവാൻ, ആത്മക്കണ്ണിൽ എഴുതുവാൻ ലേപനം എന്നോട് വിലയ്ക്ക് വാങ്ങുവിൻ. അതായത് നാം നമ്മെ തന്നെ ക്രിസ്തുവിന് വിൽക്കണം. ഈ ഷണ്ടന്മാരുടെ കാര്യം വരുമ്പോൾ ഞാനത് എടുക്കാം.
ഇവർ പറയും പോലെ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടാക്കാത്ത ഷണ്ടനല്ല. തങ്ങളെ തന്നെ ലോകത്തിന് വിൽക്കാതെ, ലോകത്തിൽ മാലിന്യാക്കാതെ, ലോകപ്രകാരം ജീവിക്കാതെ ക്രിസ്തു നിമിത്തം, ദൈവരാജ്യം നിമിത്തം ഷണ്ടന്മാരാക്കുക. ക്രിസ്തുവിനെ നമ്മളെ തന്നെ ക്രിസ്തുവിന് വിറ്റ് പരിശുദ്ധാത്മാവ് വാങ്ങിക്കണം. അതായത് പരിശുദ്ധാത്മ പ്രാപിക്കണം. അതായത് ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിൽ മരിക്കണം. ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന് നാമ സ്നാനം എന്ന് പറയുന്നത് ഒരു മരണ അടക്ക പുനരുദ്ധാന ശുശ്രൂഷയാണ്. ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിന് വിൽക്കണം, മരിക്കണം, എന്നിട്ട് പുതിയതായി ജനിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഓക്കെ, ഇവിടെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വീണ്ടെടുക്കുന്ന ആൾ മുദ്രയിട്ടിരിക്കുന്നത്, മുദ്രയിട്ട് ഇവിടെ എണ്ണം കേട്ടു. ഓക്കെ, ഇനി നെറ്റിയിൽ ഇനി യെഹെസ്കേലിൽ നിന്ന് ഒരു വചനം എടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇവരത് എങ്ങനെയൊക്കെ ആക്കി തീർക്കുന്നു നോക്കുക. നമുക്കൊരു ചെറിയ എക്സാമ്പിൾ നോക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് പ്രവാചകനെ എസെക്കിയേലിന് ഇസ്രായേലിനോട് പ്രവചിക്കുവാൻ വേണ്ടി നിയോഗിച്ച ദൈവം തമ്പുരാൻ അയക്കുന്നു. പക്ഷെ ഇസ്രായേൽ ജനമെന്ന് പറയുന്നത് മത്സരഗ്രഹമാണ്. അവർ ആര് പറഞ്ഞാലും അനുസരിക്കത്തില്ല. അവർ കണ്ണുകൊണ്ട് നോക്കി പേടിപ്പിക്കുന്നവരാണ്. പക്ഷെ ദൈവം എസെക്കിയേലിനോട് പറയുന്നു, എസെക്കിയേലേ, നീ അവിടെ നോട്ടം കണ്ട് ഭ്രമിക്കരുത്. നിന്റെ വാക്കുകൾ അവർ കേട്ടാലും അവർ കേട്ടില്ലെങ്കിലും നീ പ്രവചിക്കണം. അവർ മത്സരഗ്രഹമാണ്. നീ ധൈര്യമായിട്ട് പ്രവചിക്കും മുമ്പ് വായിച്ചു നോക്കേണ്ട എസെക്കിയേൽ 3:9 വാക്യം. ഞാൻ നിന്റെ നെറ്റി തീക്കല്ലിനേക്കാൾ കടുപ്പം. യെഹെസ്കേൽ 3:9 ഈ തീക്കല്ലിനേക്കാൾ കടുപ്പമാക്കി. ഇവരുടെ വ്യാഖ്യാനം കൂടെ കേട്ടിട്ട് ഞാൻ ശരിയാത് പറഞ്ഞുതരാം, കേൾക്കരുത്. നിന്റെ നെറ്റി തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കി തീർത്തിരിക്കുന്നു. എസെക്കിയേലേ, തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കി നിന്റെ നെറ്റി ഞാൻ മാറ്റിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നെറ്റി എന്തിനെ കാണിക്കുന്നു? എസെക്കിയേലിന്റെ നെറ്റി തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കിയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നെറ്റി എന്ന് പറയുമ്പോൾ ഒരുവന്റെ മനസ്സിനെ കാണിക്കുന്നു. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ ദുരുപദേശം കേട്ട് നിങ്ങൾ മരണത്തിൽ പോവുകയുള്ളൂ. എസെക്കിയേലിന്റെ നെറ്റി കഠിനമാക്കിയില്ല, തീക്കല്ല് പോലാക്കില്ല. ഇതിനൊരു ഉദാഹരണം, എല്ലാത്തിനും ഇണവചനമുണ്ട് ബൈബിളിൽ നിങ്ങൾ യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചാൽ ഒന്നിനും ഇണവചനമില്ലാതിരിക്കുകയില്ല. ഇതുവരെയാണ് ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയത്. തീക്കല്ല് പോലെ അത് കഠിനമാക്കിയിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് ഹൃദയത്തെ കഠിനമാക്കുന്നതാണ്. ഞാൻ നിന്റെ നെറ്റി തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെ ആക്കിയിരിക്കുന്നു. അതായത് അവന്റെ ഹൃദയത്തെ കാഠിന്യമുള്ളതാക്കിയിരിക്കുന്നു. എന്താണ് സംഭവം എന്താണെന്ന് അറിയാലോ അല്ലേ? യെഹെസ്കേലിനെ കർത്താവ് ഒരു ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുന്നു. അവൻ ചെന്ന് പറയാൻ പോകുന്ന ജനത്തെക്കുറിച്ച് അവനെ ഉപവസിക്കും. 390 ദിവസം ഒരു സൈഡ് മാത്രം ചരിഞ്ഞ് കിടക്കണം. മനുഷ്യ മലം കത്തിച്ച് ഒരപ്പം കഴിക്കണം. നേരത്തോട് നേരം ഒരപ്പവും ഒരു അല്പം ജലവും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം അതേ സമയത്തെ കഴിക്കാൻ പറ്റുള്ളൂ. ഒരു സൈഡ് ചരിഞ്ഞ് കിടക്കണം 390 ദിവസം. ഇങ്ങനെ കിടന്ന് ഇതെല്ലാം കർത്താവ് അവനോട് പറയുന്നത്, നീ ഇങ്ങനെ ഉപവസിച്ച് 390 വർഷം ഇങ്ങനെ കിടന്ന് ഉപവസിച്ചിട്ട് എന്തിനാണ്? നിന്റെ ഹൃദയം തീക്കല്ല് പോലെ കടുപ്പമുള്ളത്. ഹൃദയം, മനസ്സല്ല. ഇതെല്ലാം പിശാച് ദുരുപദേശം പഠിപ്പിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? എന്നിട്ട് യവൻ ചെന്ന് പറഞ്ഞാലും നീ ചെന്ന് പറഞ്ഞാലും അവർ കേൾക്കില്ല. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ പോയി പറയണം. കാരണം ഇങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നവർ പിന്നത്തേതിൽ അറിയേണ്ടതിന് പോയി പറ എന്ന്. അങ്ങനെ യവൻ അവിടെ ചെന്ന് പറയുമ്പോൾ അവർ തള്ളിക്കളയുമ്പോൾ ഇട്ടെറിഞ്ഞിട്ട് പോരാനല്ല. അത് നമ്മുടെ ഇടയിലുമുണ്ട്. നമ്മൾ വചനം ശക്തമായി പഠിപ്പിക്കുമ്പോൾ നമ്മളോട് പോരാടുന്നവരുണ്ട്. അത് കേട്ടോണ്ട് മിണ്ടാതെ ഇരിക്കൂ, ഞാൻ ഇനി അങ്ങനെ പറയില്ല എന്ന് പറയുന്നവരെ അല്ല വേണ്ടത്. 390 ദിവസം മനുഷ്യമലം കത്തിക്കാൻ പറഞ്ഞപ്പോൾ അവൻ തിരികെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ശരി, ചാണകം ഉണക്കി കത്തിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം അന്നും ഇന്നും കാഠിന്യമാണ്. അത് പറയുമ്പോൾ അവരുടെ ഭാവവും മറ്റും പ്രവൃത്തിയും കാണുമ്പോഴത്തേക്ക് ഇട്ടെറിഞ്ഞ് പോകാനല്ല. അതിനാണ് 3-4 വർഷം, മിനിമം 3.5 വർഷമെങ്കിലും കർത്താവ് ശുശ്രൂഷകന്മാരെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നത്. ഈ പഠിപ്പിക്കുന്ന കാലയളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുന്ന ഒരു വ്യക്തിയെയും പുരോഹിതനാക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് കാഠിന്യമാക്കുന്നത് ദൈവമാണ് പുരോഹിതനെ. അവൻ അങ്ങനെ തന്നെ സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാലാണ്. അതാണ് തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെ ആക്കിയിരിക്കുന്നു. അവർ മത്സരഗ്രഹമെങ്കിലും നീ അവരെ പേടിക്കരുത്, അവരെ നോട്ടം കണ്ടു ഭയക്കരുത്. പിന്നെ അവൻ അവിടെ കൽപ്പിച്ചത് അടുത്തത് 3:10, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക. മനസ്സെന്നല്ല. ദുരുപദേശം പഠിപ്പിക്കുകയാണ്. യഥാർത്ഥ ദൈവത്തിന്റെ പുരോഹിതൻ ഇതൊന്നും കണ്ട് ഭയക്കില്ല.
അവനിൽ സംസാരിക്കുന്നത് ക്രിസ്തുവാണ്. അവനൊരു പക്ഷെ ആരെയും വേദനിപ്പിക്കേണ്ട, മയപ്പെടുത്താമെന്ന് തോന്നിയാലും പുൽപ്പറ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ കാഠിന്യമുള്ളതാകുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ദൈവത്തിന്റെ ഒരു രീതിയാണ്, അത് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം വായിച്ചു നോക്കുക. അപ്പോൾ അവനെ ഉപവസിപ്പിക്കുന്നതിന് മുൻപേ പറയുകയാണ് നീ പോയി ചെന്ന് പറഞ്ഞാൽ കേൾക്കില്ല എന്ന്. അപ്പൊ പിന്നെ നമ്മളാണെങ്കിൽ എന്തിനാ കർത്താവെ അയക്കണമെന്ന് ചോദിക്കും. അവൻ അതൊന്നും ചോദിച്ചില്ല. ആ കൽപ്പനയ്ക്ക് അവൻ അനുസരിച്ച് 390 ദിവസവും അവൻ ഒരു സൈഡ് ചരിഞ്ഞു കിടന്ന്. ഇവിടെ ബുധനാഴ്ചയും ശനിയാഴ്ചയും ചർച്ചിൽ വരണം, അല്ലെങ്കിൽ സഭാരാധന അലക്ഷ്യമാക്കരുത് എന്ന് പറഞ്ഞാൽ എത്രയോ ജനങ്ങൾ അവരവിടെ പാട്ടിന് പോകുന്നു. ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു സഭ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഉപദേശങ്ങൾ ഇരിക്കുന്നു. ഇവരൊക്കെയാണ് ദൈവത്തിന്റെ ദാസന്മാർ. എത്ര തന്നെ തല പോകുന്ന കേസായാലും മരണം വരെ മുന്നിൽ വന്നാലും, ആ എബ്രായ ബാലന്മാരുടെ കാര്യം നോക്കോ, ജീവൻ മുന്നിൽ വെച്ച് പന്താടുന്ന സമയം 7 ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടും അവരുടെ വിശ്വാസം അവർ 7 ഇരട്ടി വർദ്ധിപ്പിച്ചതേ ഉള്ളൂ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർ കിടന്ന് കുരുങ്ങിയില്ല, അതിൽ പിടിച്ച് തൂങ്ങിയില്ല. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി തുടർന്ന് കേൾക്കുക. നിന്റെ മനസ്സിനെ ഞാൻ തീക്കല്ലിനേക്കാൾ കാഠിന്യമുള്ളതാക്കി തീർത്തിരിക്കുന്നു. അവിടെ നോട്ടം കണ്ട് നീ ഭ്രമിക്കരുത്. അവർ കേട്ടാലും കേട്ടില്ലേലും നീ പ്രവചിക്കണം. അവർ അനുസരിക്കത്തില്ല, അവർ മത്സരഗ്രഹമാണ്. നീ പ്രവചിക്കണം. കാരണം നിന്റെ മനസ്സിനെ നിന്റെ നെറ്റിയെ ഞാൻ തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കി തീർത്തിട്ടുണ്ട്. ആകയാൽ നെറ്റി എന്ന് പറയുമ്പോൾ അത് മനസ്സിനെ വെളിപ്പെടുത്തി കാണിക്കുന്നു. നെറ്റിയിൽ പിതാവിന്റെ നാമം എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ വിഷയം പറയാം. ഇപ്പൊ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകമാണ് വായിച്ചത്. അവർ വായിച്ചാൽ അവിടെ വേറൊരു വാക്യം എടുത്തിട്ടില്ല. ഇവിടെ നാമത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അടുത്തെടുക്കാൻ പറ്റുന്നതാണ്. പിതാവിന്റെ നാമവും പുത്രന്റെ നാമവും നെറ്റിയിൽ എഴുതിയിരിക്കുന്നതാണ്. അത് പിതാവിന്റെ നാമവും പുത്രന്റെ നാമവും നെറ്റിയിൽ എഴുതിയിരുന്നപ്പോൾ 2 നാമം അവിടെ എഴുതിയിട്ടില്ല. പിതാവ് പുത്രൻ എന്ന് പറയുന്നത്, പിതാവ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ, പുത്രൻ എന്ന് പറയുന്ന ഒരു പൊസിഷൻ. അപ്പോൾ പിതാവിന്റെ നാമവും പുത്രന്റെ നാമവും എന്ന് പറഞ്ഞാൽ പുത്രന് നൽകിയ നാമം പിതാവിന്റെ നാമം എന്നുള്ള വചനം നമുക്ക് നോക്കണം. അതിന് പുത്രന് കൊടുക്കുന്ന നാമം ഏതാണെന്ന് പഴയ നിയമത്തിൽ കർത്താവ് യഹോവയെന്നും ഞാനാകുന്നവനെന്നും ഏലോഹിം എന്നൊക്കെ വെളിപ്പെടുത്തിയതിന് ശേഷം എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 39-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ യഹോവ ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഞാൻ എൻ്റെ വിശുദ്ധ നാമം എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ വെളിപ്പെടുത്തും. അപ്പോൾ യഹോവ എന്നൊക്കെ വെളിപ്പെടുത്തിയതിന് ശേഷം യഹോവ വീണ്ടും പറയാണ്, ഇസ്രായേലിന്റെ നടുവിൽ, അതായത് ജെറുസലേമിൽ ഞാൻ എൻ്റെ നാമം വെളിപ്പെടുത്തും എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ആ സമയത്തോ, ഇന്നത്തെ സഭകൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ നൽകിയ നാമം ഇവരെന്ത് ചെയ്യുന്നു? പക്ഷെ നാമം കൊടുത്ത സമയത്ത് എന്ത് പറയും നോക്കുക, എൻ്റെ വിശുദ്ധ ഇസ്രായേൽ വെളിപ്പെടുത്തും. ഇനി എൻ്റെ വിശുദ്ധ നാമം അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കില്ല. ഇസ്രായേലിന്റെ നടുവിൽ ദൈവത്തിന്റെ നാമം കൊടുത്തു. ഏത് നാമം തൊട്ട് പറഞ്ഞിരിക്കാം? ദൈവം പറയാണ്, എൻ്റെ വിശുദ്ധ നാമം അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇസ്രായേലിൽ പരിശുദ്ധനായ യഹോവ അല്ലെങ്കിൽ ദൈവമാകുന്നു എന്ന് ജാതികൾ അറിയും. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ സ്വന്തം ജനമായി ഇസ്രായേലിന്റെ നടുവിൽ പറയുന്നത് ഇസ്രായേലിന് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നത്. ഇസ്രായേലിന്റെ നടുവിൽ പറയുന്നത് ജാതികൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ആ നാമം നാം കൈക്കൊള്ളുന്നു. അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കില്ല ആ നാമം. അത് വെളിപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, കർത്താവേ, നിന്റെ നാമത്തെ ആർ ഭയപ്പെടാതിരിക്കും? നിന്റെ നാമത്തെ ആർ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ. ഇവിടെ പറഞ്ഞു ഇസ്രായേലിന്റെ നടുവിൽ ദൈവം എന്ന അല്ലെങ്കിൽ യഹോവ എന്ന പരിശുദ്ധന്റെ നാമമാണ് ഇവിടെ കൊടുക്കുന്നതെന്ന്. ആ നാമം ഏതാണെന്ന് നോക്കുക. ഇസ്രായേലിന്റെ നടുവിൽ നിന്ന് വെളിപ്പെടുത്തിയ മത്തായി 1:21, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ഇസ്രായേലിന്റെ നടുവിൽ ഗബ്രിയേൽ ദൂതൻ വഴിയായി വന്നിട്ട് സംസാരിക്കുകയാണ്, യേശു എന്ന് പേരിടണം. ഈ യേശു എന്ന പേർ ദൈവത്തിന്റെ പേരാണ്. അത് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ശൗലിനെ സന്ധിക്കുമ്പോൾ അവനൊരു വെളിച്ചം കണ്ടു. യഹോവ എൻ്റെ വെളിച്ചമാകുന്നു, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറ, എൻ്റെ രക്ഷിതാവ്, എൻ്റെ വെളിച്ചം. ആ വെളിച്ചം പൗലോസ് കണ്ടപ്പോൾ അവൻ വീണിട്ട് ചോദിക്കുകയാണ്, കർത്താവേ, നീ ആരാകുന്നു? അവൻ യേശുവിനെ വിശ്വസിച്ചില്ല. യേശുവിൽ വിശ്വസിക്കുന്നവരെ കൊല്ലുന്നതിനുള്ള അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് യേശുവിനെ കർത്താവ് എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിലല്ലാതെ പറയാൻ കഴിയില്ല. അവൻ ഒരിക്കലും അങ്ങനെ പറയില്ല. അവൻ ആ സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ടുമില്ല.
അവൻ അന്ധനായി വീണതിന് ശേഷം അവൻ ചോദിക്കാൻ, കർത്താവെ നീ ആരാകുന്നു? ആ വെളിച്ചമെന്ന യഹോവ ദൈവം പറയുന്നു, നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാകുന്നു. യഹോവ ദൈവത്തിന്റെ നാമം യേശു ഇസ്രായേലിന്റെ നടുവിൽ പ്രസ്താവിക്കുമെന്ന് പറഞ്ഞു. അത് മത്തായി 1:21 പറഞ്ഞു യേശു ആണെന്ന്. ഇനി അത് ശരിയാണോ എന്നറിയാൻ യേശു പറയണമല്ലോ, രണ്ടാമത്തെ വായ്മൊഴി വേണമല്ലോ. യേശുവിൽ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. യേശു പറഞ്ഞിരിക്കുന്നു, നോക്കുക, യോഹന്നാൻ 5:43. ഞാൻ ഇതെടുക്കുന്നതിന് പ്രാധാന്യമുണ്ട്. ഇവരോട് പറഞ്ഞു, പിതാവിന്റെ നാമവും പുത്രന്റെ നാമവും നെറ്റിയിൽ എഴുതിയിരിക്കുന്നു. ഒരു കാരണവശാലും ഇവരുടെ നെറ്റിയിൽ എഴുതിയിട്ടില്ല, ഇവരുടെ ഹൃദയത്തിൽ എഴുതിയിട്ടില്ല. എങ്ങനെയാണ് ആ നാമം വരുന്നതെന്ന് ഇവിടെ ഞാൻ വചനെടുക്കാം. അപ്പോൾ മനസ്സിലാവും ഇവരുടെ നെറ്റിയിലുണ്ടോ. ഈ TPM CPM പറയുന്ന ദുരുപദേശം, അവരുടെ വിഷയം മാത്രമാണ് ഞാൻ പറയുന്നത്, ദുരുപദേശമാണ്. ഇവരുടെ നെറ്റിയിൽ പേരില്ല, പിതാവിന്റെ പേരുമില്ല, പുത്രന്റെ പേരുമില്ല. എങ്ങനെയാണ് വരുന്നത് മനസ്സിലായല്ലോ. പിതാവിന്റെ പേര് ഇസ്രായേലിന്റെ നടുവിൽ വെളിപ്പെടുത്തിയപ്പോൾ യേശു എന്ന് വെളിപ്പെടുത്തി ഗബ്രിയേൽ ദൂതൻ വഴിയായി മറിയേല്. അത് തന്നെ പഴയ നിയമത്തിലെ കർത്താവ് ശൗൽ കണ്ടപ്പോൾ പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാകുന്നു. അപ്പോൾ പിതാവിന്റെ പേര് യേശു എന്നാണെങ്കിൽ ഒന്നാമത്തെ വായ്മൊഴി യേസ്കേൽ പറയുന്നുണ്ട്, രണ്ടാമത്തെ വായ്മൊഴി പൗലോസിനോട് ദൈവം തന്നെ നേരിട്ട് പറയുന്നു. ഇനി മൂന്നാമത് യേശുവിന്റെ വായ്മൊഴി നോക്കാം. യോഹന്നാൻ 5:43, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ഇത് പറയുമ്പോഴാണ് പെന്തക്കോസ്തിലെ മറ്റ് പുരോഹിതന്മാർ ചോദിക്കുന്നത്, സഹോദര, ഞങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ ദൈവത്തിന്റെ നാമത്തിലാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ ദൈവം എന്ന നാമം ആവുമോ അല്ലെങ്കിൽ യേശുക്രിസ്തു നാമം ആവുമോ എന്ന്. അങ്ങനെ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താഴോട്ടുള്ള വാക്യം ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഒരു പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കാതെ അക്ഷരങ്ങളിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അത് കൊല്ലും. നോക്കുക, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. ഇനി യോഹന്നാൻ 17:6 യേശു പറയാണ്, നീ ലോകത്ത് നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തു എവിടെയെങ്കിലും ശിഷ്യന്മാർക്ക് പിതാവിന്റെ നാമം യഹോവ എന്ന് വെളിപ്പെടുത്തിയോ? ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ യേശു കള്ളം പറയുമോ? അവർക്ക് കൊടുത്ത നാമം എന്ന് താഴോട്ട് പറയുന്നുണ്ട്, നീ ലോകത്ത് നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. വായ്മൊഴി 2:4 വീണ്ടും യോഹന്നാൻ 17:11, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. കർത്താവ് യേശുക്രിസ്തു നാമത്തിലാണ് അവരെ ശുശ്രൂഷയ്ക്ക് അയച്ചതും എല്ലാം ഇവരെ കാത്തുകൊണ്ടതും. 17:12, അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. അവർക്ക് പൈശാചിക പ്രശ്നങ്ങളും രോഗസൗഖ്യമാവുന്നതിനും എല്ലാം ഈ കർത്താവ് യേശുക്രിസ്തു നാമമാണ് കൊടുത്തയച്ചത്. അപ്പോൾ നീ എനിക്ക് തന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊണ്ടിരിക്കുന്നു. അടുത്ത 17:26, യോഹന്നാൻ 17:26, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും 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 പറയാണ്, വെളിപ്പെടുത്തി. യഹോവ എന്ന് ഒരിടത്തും വെളിപ്പെടുത്തിയിട്ടില്ല. ഇനി അപ്പോൾ പരിശുദ്ധാത്മാവെന്നും പിതാവിന്റെ നാമവും പുത്രന്റെ നാമവും നെറ്റിയിൽ എഴുതിയിരിക്കുന്നു പറഞ്ഞു. എന്നാൽ പരിശുദ്ധാത്മാവിൽ മുദ്ര ഹൃദയത്തിലാണ് നമ്മൾ കണ്ടു. നെറ്റി കഠിനമാക്കിയിരിക്കുന്നു. നെറ്റിയല്ല, ഹൃദയമാണ് കഠിനമാക്കിയത്. ഇണവചനം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. പഴയ നിയമത്തിൽ യേശു വരുന്ന സമയത്ത് അവരുടെ ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം തന്റെ മർമ്മം മറച്ചു വെച്ചിരിക്കുന്നു. അവരുടെ ഹൃദയം തടിച്ചിരിക്കുന്നു. ആ ഹൃദയം തടിപ്പിച്ചത് അതുപോലെ ഇവിടെ അറുത്ത് പറയാണ്. അപ്പോൾ ഹൃദയത്തിൽ വരുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഏത് നാമത്തിൽ വരുന്നു നോക്കുക. ഇപ്പോൾ യേശു വന്നത് പിതാവിന്റെ നാമത്തിലാണെന്ന് പറഞ്ഞു. ആ നാമം ഇവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാമം യേശു ആണെന്ന് പറഞ്ഞു. ഇനി യേശു തന്നെ പറയാണ് പരിശുദ്ധാത്മാവ് വരുന്നത് ഏത് നാമത്തിലാണെന്ന്. യോഹന്നാൻ 14:26, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ. പരിശുദ്ധാത്മാവിന്റെ പേരെന്താണ്? എന്റെ നാമത്തിൽ അയപ്പാനുള്ള കാര്യസ്ഥൻ. അപ്പോൾ പരിശുദ്ധാത്മ നാമം യേശുക്രിസ്തു. അപ്പോൾ കുഞ്ഞാടിന്റെയും പിതാവിന്റെയും പുത്രന്റെയും നാമം നെറ്റിയിൽ എഴുതി വെച്ചാൽ ഈ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ലഭിച്ചാൽ പിതാവിന്റെ നാമമാണ് യേശു എന്നത്. അത് പുത്രന് കൊടുത്തിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു നാമം നെറ്റിയിൽ ചാർത്തപ്പെട്ടവർ. നെറ്റിയിൽ എങ്ങനെ പേരെഴുതുന്നു? ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ലഭിച്ചവർ. പരിശുദ്ധാത്മാവിന്റെ പേരെന്താണ്? എന്റെ നാമത്തിൽ പിതാവായപ്പാനുള്ള പരിശുദ്ധാത്മാവ്, കർത്താവ് യേശുക്രിസ്തു. ഇനി അത് ശരിയാണോ എന്ന് അറിയിക്കാൻ മറ്റൊരു ഇണവചനം. ഇവരുടെ ഈ നാമം എഴുതിയിരിക്കുന്നു എന്ന് പറയുന്ന എല്ലാം ഭോഷ്കാണ്. ഓക്കെ. 1 യോഹന്നാൻ 2:1 പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്.
നോക്കൂ, കാര്യസ്ഥൻ ഒരാളേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞു പരിശുദ്ധാത്മാവാണ് കാര്യസ്ഥൻ എന്ന്. ആ പരിശുദ്ധാത്മാവിന്റെ നാമം എൻ്റെ നാമത്തിൽ വരുവാനുള്ള പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു. ഇതാ 1 യോഹന്നാനിൽ വ്യക്തമായി പറയുന്നു, യേശു ക്രിസ്തുവാണ് ആ കാര്യസ്ഥൻ. അതല്ലേ പരിശുദ്ധാത്മാവ്? അപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ പിതാവിൻ്റെ നാമവും പുത്രൻ്റെ നാമവും എഴുതുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവർ നെറ്റിയിൽ നാമം എഴുതിയിരിക്കുന്നു, പിതാവിൻ്റെ നാമവും പുത്രൻ്റെ നാമവും എന്ന് പറഞ്ഞു. ആ നാമം ഏതാണ് നമുക്ക് പിടികിട്ടി. ആ നാമം ഇവരുടെ നെറ്റിയിലുണ്ടാകില്ല, ഹൃദയത്തിലുണ്ടാകില്ല. കാര്യം എന്താ? ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ പാപങ്ങളുടെ മോചനത്തിന് അല്ലെങ്കിൽ സ്നാനത്തിന് യേശുക്രിസ്തു എന്ന നാമം കൊടുക്കാനുള്ള കാരണം എന്താ? മത്തായി 1:21 തന്നെ പറയുന്നു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിരിക്ക കൊണ്ട് യേശു എന്ന പേർ കൊടുക്കണം. അപ്പം യേശു വരുമ്പോഴേ പാപങ്ങളിൽ നിന്ന് മോചിക്കാനിരിക്കൊണ്ട് യേശു എന്ന പേര് കൊടുക്കണം എന്ന് പറഞ്ഞാൽ, പാപങ്ങളുടെ മോചനത്തിനായി വന്നപ്പോൾ യേശു എന്ന നാമം കൊടുത്തെങ്കിൽ യേശു പാപമോചനത്തിനായുള്ള സ്നാനത്തിനും യേശു ക്രിസ്തു നാമം തന്നെ കൊടുക്കണം. നമ്മൾ കൊണ്ടുവന്നല്ല, ദൈവത്തിന്റെ വചനമാണ്. ഓക്കെ, ഇതൊന്ന് കേൾക്കുക. താങ്ക് യു. പ്രവചിക്കണം, അവർ അനുസരിക്കത്തില്ല, അവർ മത്സരഗ്രഹമാണ്. നീ പ്രവചിക്കണം, കാരണം നിന്റെ മനസ്സിനെ നിന്റെ നെറ്റിയെ ഞാൻ തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കി തീർത്തിട്ടുണ്ട്. ആകയാൽ നെറ്റി എന്ന് പറയുമ്പോൾ അത് മനസ്സിനെ വെളിപ്പെടുത്തി കാണിക്കണം. നെറ്റിയിൽ പിതാവിന്റെ നാമം എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ, നെറ്റിയിൽ പുത്രന്റെ നാമം എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ, പിതാവിന്റെയും പുത്രന്റെയും നാമം മനസ്സിൽ വഹിക്കുന്നവരായിരിക്കണം. പിതാവിനെ പോലെ പുത്രനെ പോലെ. കേട്ടല്ലോ, പിതാവിന്റെ പുത്രന്റെ നാമം മനസ്സിലല്ല ഹൃദയത്തിൽ വഹിക്കണം. അതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാണ് യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ. എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ്. പിതാവിന്റെ നാമമാണ് ഇവിടെ പുത്രന് കൊടുത്തത് എന്ന് വ്യക്തമായി നമ്മൾ 3-4 വാക്യം കണ്ട്. അപ്പോൾ ഹൃദയത്തിൽ വഹിക്കണം, മനസ്സിലല്ല ഹൃദയത്തിൽ വഹിക്കണമെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിൽ നിന്ന് പറഞ്ഞ് തെറ്റിപ്പോയി ഹൃദയത്തിൽ തന്നെയാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ വരില്ല. കാര്യം പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടാതെ പരിശുദ്ധാത്മ ലഭിക്കില്ല. വേറെ ലഭിച്ച അഭിഷേകമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തേത് കേൾക്കുക. അവന്റെ നാമം മനസ്സിൽ വഹിക്കുന്നവരാണ് ഈ 1,44,000 പേർ. അവിടെ നെറ്റിയിൽ. അതെല്ലാം ശരി തന്നെയാണ്. അവരുടെ ദൈവത്തിന്റെ നാമം, അതായത് അവർക്ക് നല്ല ദാനങ്ങളെ കൊടുക്കും, മുദ്രയിടുകയാണ്. ആ പരിശുദ്ധാത്മ ലഭിക്കുമ്പോൾ അവരുടെ നെറ്റിയിൽ നാമം ലഭിച്ചു. അത് അവരുടെ കാര്യം. നിങ്ങൾക്കെങ്ങനെ? നിങ്ങൾ ഈ കോടിക്കണക്കിന് ജനത്തെ ചതിക്കുകയല്ലേ, വഞ്ചിക്കുകയല്ലേ? ഇതല്ലേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ വാട്സപ്പ് നമ്പർ കാണിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കുക, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അപ്പോൾ ഒന്നാമത്തെ 7 യോഗ്യതകളിൽ ഒന്നാമത്തെയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും നാമം നെറ്റിയിൽ എഴുതിയിരിക്കുന്ന 144,000 പേരെ കണ്ടു. ഇനി രണ്ടാമത്തത് ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ. ആ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയത് ആരാണെന്ന് ഇണവചനത്തോടു കൂടെ കാണിച്ചു തരാൻ ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ നാമം എഴുതിയിട്ടുണ്ട്. അവർ ദൈവസിംഹാസനത്തിന്റെ മുമ്പിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന കർത്താവിന്റെ ശുശ്രൂഷകരാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. 44,000 പേരുടെ രണ്ടാമത്തെ പ്രത്യേകത, ഒന്ന്, ദൈവത്തിന്റെ നാമം അവിടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, അവർ ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആരെയാണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്? നമുക്കറിയാം. കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം വില കൊടുത്ത് വാങ്ങിയത് പുതിയ നിയമസഭയാണ്. യേശുവിന്റെ രക്തം വില കൊടുത്ത് വാങ്ങിയത് പുതിയ നിയമസഭയാണ്. അതാണ് നമുക്ക് തിരുവെടുത്ത്. ഇവിടെ ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വെളിപ്പാട് രണ്ടാമത്തെ, ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന 144,000 പേർ അല്ലാതെ ആർക്കും ആ പാട്ട് പാടുവാൻ കഴിഞ്ഞില്ല. ഇത്രേ ഇവിടെ ഉള്ളൂ. ഇതിനെ വ്യാഖ്യാനിക്കാൻ, വളച്ചൊടിക്കാനായിട്ട് പുതിയ നിയമസഭയിലെ ജാതികൾക്കുള്ള വചനം കൊണ്ടുവന്നിട്ട് 144,000 പേർ യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് ഇത് കൊണ്ട് നാടുകയാണ്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ സഹോദര? യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവർ തന്നെയാണ്. പക്ഷെ ഇവരെങ്ങനെയാണ്? ആ മഹോദ്രവ കാലത്ത് കർത്താവ് വീണ്ടെടുക്കുമ്പോൾ, അവർക്ക് പരിശുദ്ധാത്മ കൊടുക്കുമ്പോൾ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ ഈ എടുക്കുന്ന വചനങ്ങൾ മുഴുവനും ജാതികൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് അവരുടെയാണ്. ഇനി ഭൂമിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങി എന്ന് പറയുന്നത് ഏതാണ് നോക്കുക. ബൈബിൾ പറയുന്നത് ഭൂമിയിൽ നിന്ന് കയറുന്ന മൃഗമെന്ന് പറയുന്നുണ്ട്, സമുദ്രത്തിൽ നിന്ന് കയറുന്ന മൃഗമെന്ന് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 13:1. അപ്പോൾ 10 കൊമ്പും 10 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന്. ഇത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണാധികാരിയാണ്. അടുത്തത്, മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു.
അതായത് ഇത് മതത്തിന്റെ നേതാവ്, ഇത് പോപ്പാണ്. ഭൂമിയിൽ സകല മനുഷ്യരുടെ ഇടയിൽ നിന്നും, ഭൂമി മുഴുവൻ ഉള്ള ജനത്തിന്റെ ഇടയിൽ നിന്നും തെരഞ്ഞെടുക്കുന്നതാണ് ഭൂമിയിൽ നിന്നെന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കഴുകപ്പെട്ട് എടുക്കുന്ന ഈ പുതിയ നിയമസഭയുടെ വിശ്വാസികളെ എടുത്ത് നിങ്ങൾ അവിടെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നിങ്ങൾ പറയുന്നത് വചനമാണ്. കാണുമ്പോൾ മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ പ്രാണനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ ലോകത്തിലേക്ക് കടന്നു വന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ കൊരിന്ത്യ സഭയിലും 1 കൊരിന്ത്യർ 6:19 ഇവിടെ പറയുന്നത് ഇതെല്ലാം വചനം ശരി തന്നെ. പക്ഷെ അത് എടുത്ത് നിങ്ങൾ ഈ 144,000 പേരെ കണക്ട് ചെയ്തിട്ട് അത് നിങ്ങളാണെന്ന് പറയുന്നിടത്താണ് ഭോഷത്തരം. ഭോഷ്ക്ക് നിങ്ങളുടെ വായിലില്ലെന്ന് താഴോട്ട് ഒരു ആറാമത്തെ അടയാളമാണെന്ന് തോന്നുന്നു 7 പ്രത്യേകതകൾ പറയുന്നതിൽ. അവർ ഭോഷ്ക്ക് പറയാത്തവർ, കള്ളം പറയില്ല, നിങ്ങളാണ് മുഴു കള്ളവും മുഴു ഭോഷ്ക്കും പറയുന്നവർ. ശ്രദ്ധിക്കുക, ഈ 1 കൊരിന്ത്യർ 6:19 വാക്യം എടുത്തിട്ട് ഇവരെന്ത് ചെയ്ത് നോക്കുക, എങ്ങനെ കണക്ട് ചെയ്ത് നോക്കുക. വിശ്വാസികളെ നോക്കിക്കൊണ്ട് വിശുദ്ധ പൗലോസ് പറയാണ്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകിയാൽ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ യേശുവിന്റെ രക്തം കൊണ്ട് പൗലോസിനെ കർത്താവ് വിളിക്കുമ്പോൾ തന്നെ അപ്പോസ്തലന്മാർ ജാതികളുടെ ഇടയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. ഈ പൗലോസ് ജാതികളുടെ സഭ സ്ഥാപിക്കുന്ന സമയത്താണ്. ഇത് ജാതികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ യേശുക്രിസ്തു വരുന്നതിന് മുൻപുള്ള വചനം എടുത്തിട്ട് നിങ്ങൾ അതിനുശേഷം മണവാട്ടിയെ ചേർത്ത് കൊണ്ടുപോയതിന് ശേഷം മഹോദരകാലത്ത് തിരഞ്ഞെടുക്കുന്ന 144,000 പേർ അവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്ന എത്ര ഭോഷത്വം. നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ കൂടെ ഈ വചനം കേൾക്കാനിരിക്കുന്ന 10,000-കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ, ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചിരുന്നെങ്കിൽ തിരിച്ചറിയില്ലായിരുന്നോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു നിമിഷം കുത്തു കിട്ടില്ലായിരുന്നോ? തെറ്റായ വചനത്തെ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ചിട്ട് അവിടെ ഇരിക്കുന്നെങ്കിൽ. അങ്ങനെയുള്ളവരുണ്ട്, നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഞാൻ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം പലരും എന്നെ വിളിച്ചു. ഫേസ്ബുക്കിൽ 16-17 ഗ്രൂപ്പുകളിൽ ഞാനിത് പോസ്റ്റ് ചെയ്തു, വാട്സപ്പിൽ ധാരാളം പോസ്റ്റ് ചെയ്തു, ഞാൻ ഇട്ടുകൊടുത്ത ആൾക്കാരടുത്തും പറഞ്ഞു. പലരും വിളിച്ചു, അവർക്കെല്ലാം സംശയം ജനിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളവർ ഉണ്ട്. അവരാണ് ദൈവത്തിന്റെ ആടുകൾ. അവരാണ് യേശു പറഞ്ഞത്, എൻ്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ഞാൻ അവയ്ക്ക് മുൻപായി വഴി നടത്തും. അതിന് തന്നെയാണ് ഞാൻ ഈ വാട്സപ്പ് നമ്പറോട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക, അവരുടെ ഭോഷ്ക്ക് നോക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, വില കൊടുത്ത് വാങ്ങിച്ചത് ദൈവത്തിന്റെ സഭയാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമ വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പിന്റെ ഗാനം 24 മൂപ്പന്മാരും 4 ജീവികളും ചേർന്ന് പാടുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. എന്താണ് 24 മൂപ്പന്മാരും 4 ജീവികളും ചേർന്ന് പാടുന്നത്? യേശുവിനെ നോക്കിക്കൊണ്ട് പാടുകയാണ്, നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സകല വംശത്തിലും സകല ഭാഷയിലും സകല ഗോത്രത്തിൽ നിന്നുള്ളവരെ നിനക്കായി വിലയ്ക്ക് വാങ്ങി അവർ ഭൂമിയിൽ വാഴുന്നു എന്ന് ഒരു പാട്ട് അവർ പാടി എന്ന് വായിക്കുന്നു. ആകയാൽ ഇവർ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം മറുവിലയായി കൊടുത്ത് സമ്പാദിച്ചതാണ് ഇവർ എന്ന് വെച്ചാൽ ഇവർ പുതിയ നിയമസഭയാണ്. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാണ് ഇവർ. ഈ 1,44,000 പേർ. എന്ത് ഭാഷത്തരം പറയുന്നത്! ഇവർ പുതിയ നിയമസഭയാണ്, ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഈ യഹൂദന്മാരെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ജനവേ, നിങ്ങൾ ഇവരുടെ വാക്കുകളെല്ലാം കേട്ടിട്ട് അവിടെ ഇറങ്ങിയിരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക്. യേശുവിന്റെ രക്തം വില കൊടുത്ത് വാങ്ങിച്ച ദൈവത്തിന്റെ സഭയിൽ ഉൾപ്പെട്ട നോക്കൂ, ആ വെളിപ്പാട് 14 പറഞ്ഞ ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ 144,000 പേർ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ വിലയ്ക്ക് വാങ്ങിയത് പുതിയ നിയമസഭയുടെ വിശ്വാസപ്രകാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെ അവിടെ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആ ഒരു താരതമ്യം പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കോടിക്കണക്കിന് TPM വിശ്വാസി, CPM വിശ്വാസികളെ, സിലോൺ പെന്തക്കോസ്ത്, ദ പെന്തക്കോസ്ത് വിശ്വാസികളെ, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കേൾക്കുക, തുടർന്ന് കേൾക്കുക. ഈ ഒരു